വെൽക്കം ടു രജാസ്. നമുക്ക് ചേർന്ന നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. കോട്ടനെ തന്നെ ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഐറ്റം. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം കോട്ടനാണ്. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയാം, ഇതിൻ്റെ കളറ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാതെ കാണുമ്പോഴും എല്ലാം ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. അതെങ്ങനെ എടുത്തിട്ടും കിട്ടണില്ല കേട്ടോ. ശരിക്കും ഇത് കാണാനായിട്ട് കുറച്ച് നിങ്ങളിപ്പോൾ കാണുന്ന കുറച്ച് ഓറഞ്ച് പോലത്തെ ഷെയ്ഡിലായിരിക്കും. ഇത് ശരിക്കും നേരിട്ട് കുറച്ച് പീച്ചിൻ്റെ കുറച്ചുകൂടെ ഒരു പിങ്കിഷ് പീച്ചിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ടൈപ്പ് ടോണിലാണ് നിങ്ങൾ കാണുന്നതായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ നേരിട്ട് കാണണം, ഇതിൽ കാണാനും നല്ലതാണ്, അല്ലാതെ നേരിട്ട് കണ്ടാലും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ. ചെറിയ കളർ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അത് കണക്കൂട്ടി വേണം, മനസ്സിൽ കണക്കൂട്ടി വേണം എടുക്കാൻ. ഫോട്ടോ പറ്റുന്നത്രയും ചെറിയൊരു ഇതാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് നമ്മൾ സൈറ്റിൽ ഇട്ടേക്കാം. എന്നാലും ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. നല്ല കളറാണ്, നേരിട്ട് കാണാനും നല്ലതാണ്. ഇതിൽ കാണുമ്പോൾ ഓറഞ്ച് പോലെയാണ് കാണുന്നത്, പക്ഷേ പീച്ചിൻ്റെ മിക്സഡ് ടൈപ്പ് ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് വർക്കാണ് കൊടുത്തേക്കുന്നത്. നോർമലി കോട്ടണിൽ വരാത്തൊരു കോൺസെപ്റ്റ്, കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുൾ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ആ ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ്. നമ്പർ വരുന്നത് AK 577, റേറ്റ് 1190 ഉള്ളൂ. 1190. രണ്ടാമത്തെ ഷെയ്ഡ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല കളർ ചാട്ടാണ്, ഭംഗിയുള്ള ഒരു കോട്ടൻ്റെ അകത്ത് സാറിന് നമുക്ക് അത്രയും നല്ല ഷെയ്ഡ്സ് വരുന്നത് കുറവാണ്. അങ്ങനത്തെ ആ ഒരു നല്ല കളർ ചാർട്ടിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അത് ഈ ത്രെഡ് വർക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കാണ്. നല്ല ലെങ്ത് ഉണ്ട്. ചിക്കൻ കാരിയുടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു ഡിസൈൻ എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, കോമൺ നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഐറ്റം. കോട്ടൺ അത് പെട്ടെന്ന് തോന്നിക്കില്ല കേട്ടോ, അത്രയും സ്റ്റൈലായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലില്ല. പിന്നെ ബോട്ടം ആണെങ്കിൽ പോലും കോട്ടൺ തന്നെയാണ് വെച്ചേക്കുന്നത്. സെയിം കളർ തന്നെ, സെയിം മെറ്റീരിയലും കേട്ടോ. നല്ല ഫാബ്രിക്കാണ്, കോട്ടനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കും. ഇപ്പോൾ കുറച്ച് സ്റ്റാർച്ച് മുക്കി തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ശക്കലം സ്റ്റാർച്ച് മുക്കി എടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ ദുപ്പട്ട കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലൊക്കെ ഇടുന്നവർക്ക് നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. നമ്പർ AK 579, റേറ്റ് 1190. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല പിങ്കിൻ്റെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ചെറിയ കളർ വ്യത്യാസം ചിലപ്പോൾ കാണും, പക്ഷേ അടിപൊളി കളർ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കോമൺ നമുക്ക് കോട്ടണിൽ കിട്ടുന്നതിൽ നല്ല കുറച്ച് ഷെയ്ഡ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പോയേക്കുന്നത്. ദുപ്പട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. രണ്ട് സൈഡിലൊക്കെ ഇടാൻ നല്ല സ്റ്റൈലായിട്ടുള്ള ഐറ്റമാണ്. എങ്ങനെ വേണ്ടിയിട്ടാ കേട്ടോ, എങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്പർ AK 578, റേറ്റ് 1190. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല ബ്ലൂ കളർ, അതായത് കുറച്ച് ഗ്രീൻ മിക്സഡ് ബ്ലൂ ആണ്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ബ്ലൂ കൂടുതലായിരിക്കും, പക്ഷേ എന്നാലും നല്ല ഷെയ്ഡാട്ടോ, ഭംഗിയുള്ളൊരു നമ്മുടെ സീ ഗ്രീൻ ആ ഒരു ടൈപ്പ് കളറില്ലേ, അങ്ങനത്തെ ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. അതിലും സെയിം തന്നെ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈവൻ ബോട്ടം ആണെങ്കിൽ പോലും കോട്ടൺ തന്നെയാണ് കേട്ടോ. എല്ലാം കോട്ടൺ ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ്. ഇനി കോട്ടൺ പോലത്തെ മെറ്റീരിയൽസ് എപ്പോഴും നേരെ കൊണ്ടുപോയി ഒറ്റയടിക്കുന്നത്, എന്തായാലും ലൈനിങ് ഒക്കെ വെക്കുന്നതല്ലേ, നേരെ കൊണ്ടുപോയി ഒറ്റയടിക്ക് വെള്ളത്തിൽ മുക്കരുത്. എന്തായാലും കുറച്ചൊന്ന് വാഷ് ചെയ്ത് നോക്കുക. സൈഡ് വല്ലതും എടുത്തിട്ട്, ഏത് മെറ്റീരിയലാണല്ലോ അങ്ങനെ വാഷ് ചെയ്ത് നോക്കിയിട്ട് മൊത്തത്തിൽ വാഷ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. സൈഡ് ശകലം ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുക. പിന്നെ ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു കോട്ടൻ്റെ അല്ല, എല്ലാ മെറ്റീരിയലാണെങ്കിലും കൂടിയ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്താൽ പിന്നെ കളർ പോകത്തേ ഇല്ല. ഡ്രൈ വാഷിനൊരു 200 മിച്ചമൊക്കെ ആവുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് ഡ്രൈ വാഷ് ബെറ്റർ ആയിരിക്കും. എല്ലാവർക്കും ഞാൻ പറയണില്ല, എന്നാലും പറ്റുന്നവർ ചെയ്യുവാണെങ്കിൽ കുറച്ച് ആ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി കുറേ നാളും കൂടെ നന്നായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. ബോട്ടം കോട്ടൺ ഫാബ്രിക്കാണ്. നമ്പർ AK 580, റേറ്റ് 1190.